Good morning, dear students. We have studied about how to solve the partial differential equation, and that partial differential equation is a homogeneous differential equation. Then we can use variable separable method for finding the solution of such a type of partial differential equation. Then we are going to discussing about if we have a non-homogeneous differential equation, then how we will solve the partial differential equation, non-homogeneous differential equation. Then here we used a function, and that is known as Green's function. Okay. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് എങ്ങനെ നമ്മൾ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നിങ്ങൾ ഗ്രീൻസ് ഫംഗ്ഷന് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട് അല്ലേ? അവിടെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ ഈ ഗ്രീൻസ് ഫംഗ്ഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്ന ഗ്രീൻസ് തിയറമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സെയിം വേ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഇനി അതെങ്ങനെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് എ ഗ്രീൻസ് ഫംഗ്ഷൻ? ഗ്രീൻസ് ഫംഗ്ഷൻ ആർ നെയിംഡ് ആഫ്റ്റർ ദ ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ ജോർജ് ഗ്രീൻ, who developed the concept in the 1830. Green's function method enabled the solution of differential equation containing an inhomogeneous term. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായിരിക്കും, ഇൻഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ടേം ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോയ്സൺസ് ഇക്വേഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം, വി നോ ദാറ്റ് ദ ഇക്വേഷൻ ഈസ് ഡെൽ സ്ക്വയർ psi ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇവിടെ നമുക്കൊരു സോഴ്സ് ഫംഗ്ഷൻ ഉണ്ട്, എപ്സിലോൺ 0 എന്ന് പറയുന്ന ഒരു സോഴ്സ് ഫംഗ്ഷൻ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സോഴ്സ് ഫംഗ്ഷൻ, ഇത് മൊത്തം റോ ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് എപ്സിലോൺ 0 എന്ന് പറയുന്ന ഒരു സോഴ്സ് ഫംഗ്ഷൻ ഉണ്ട്. എന്തുകൊണ്ടത് സോഴ്സ് ഫംഗ്ഷനായത്? ഇപ്പം നമുക്ക് നമ്പർ ഓഫ് ചാർജസ് അല്ലേ, ഇപ്പം നമുക്ക് എന്തായിരിക്കും, പോയിൻ്റ് ചാർജ്, ഒത്തിരി പോയിൻ്റ് ചാർജുകളിലെല്ലാം കൂടി ഒരു സമ്മാണ്. ഇപ്പോൾ ഒരു സോഴ്സ് സിസ്റ്റത്തിനകത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അല്ലേ, ഈ രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള ഫോഴ്സുകളുടെ നമ്പർ ഓഫ് അല്ലേ, ആ ഒരു രീതിയിൽ ഡിഫൈൻ ചെയ്യുന്ന പോലെ സോഴ്സ് ഫംഗ്ഷൻ നമുക്കിതിനെല്ലാത്തിൻ്റെയും കൂടി നെറ്റ് ചാർജുകളുടെ എല്ലാം കൂടി ഒരു ഫംഗ്ഷനാണത്. അപ്പം അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ വെച്ചുള്ള ഒരു ഇൻഹോമോജീനിയസ് ടേം ഉണ്ടെങ്കിൽ മാത്രമേ അതിനായിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സോഴ്സ് ടേം ടു ബി റിലേറ്റഡ് ടു ആൻ ഇൻ്റഗ്രൽ ഓപ്പറേറ്റർ. അവിടെ എന്ത് വേണം, ആ സോഴ്സ് ഫംഗ്ഷൻ ഷുഡ് ബി റിലേറ്റഡ് ടു ആൻ ഇൻ്റഗ്രൽ ഓപ്പറേറ്റർ. അവിടെ ഒരു ഓപ്പറേറ്റർ നമ്മൾ വേണം. ഫോർ എക്സാമ്പിൾ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ, അല്ലെങ്കിൽ ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റർ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സോൾവ് ബോത്ത് പ്രാക്ടിക്കൽ ആൻഡ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. In mathematics, the green function is the impulse response of an inhomogeneous linear differential equation defined on the domain with the specified initial conditions or boundary condition. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവാം അല്ലേ, അല്ലെങ്കിൽ നമുക്കൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് നോൺ ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ ആണെങ്കിലും ഗ്രീൻസ് ഫംഗ്ഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടി, ഡെൽ സ്ക്വയർ psi ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. അതിനകത്ത് നമുക്കിപ്പം psi ഓഫ് എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് psi ഓഫ് എ ഈക്വൽ ടു എ വാല്യൂ, ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ ആൽഫ എന്നും, psi ഓഫ് ബി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എൻഡിങ് പോയിൻ്റ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ psi ഓഫ് എയ്ക്കും psi ഓഫ് ബിക്കും ഓരോ വാല്യൂസ് ഉണ്ടെങ്കിൽ
എന്തായിരിക്കും, അവിടെ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, ഗ്രീൻസ് ഫങ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഗ്രീൻസ് ഫങ്ഷനിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണെന്ന് നമ്മൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട്. നമ്മൾ കണ്ട ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കതിന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ബിഫോർ ദാറ്റ് നമുക്കൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതുണ്ട്. കാരണം ഗ്രീൻസ് ഫംഗ്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡിറാക് വൈൽ സ്റ്റഡിങ് ഗ്രീൻസ് ഫംഗ്ഷൻ ടെക്നിക് we will encounter some properties of Dirac delta function. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, വളരെ അല്ലേ. അപ്പോൾ ഒരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ വെച്ച് മാത്രമേ നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വൈൽ സ്റ്റഡിങ് ദ ഗ്രീൻസ് ഫംഗ്ഷൻ ടെക്നിക്ക് we will encounter some properties. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് ഓൾ സ്പേസ് ഡെൽറ്റ എക്സ് മൈനസ് ടി ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എക്സ് ഡെൽറ്റ എന്ന് പറയുന്നുണ്ട് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന് എക്സ് മൈനസ് ടി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ വേറെ ഇപ്പം നമുക്കിപ്പം ഗ്രീൻസ് ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി ഡി എക്സ് ഈക്വൽ ടു 1. ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടിക്ക് എന്ന് പറയുന്നത് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഡിറാക് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ഈക്വൽ ടു ടിയിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 0 ആയിരിക്കും. എക്സ് ഈക്വൽ ടു ടിയിൽ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടിക്ക് ഒരു വാല്യൂ അല്ലാത്തിടത്തെല്ലാം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ അടുത്തൊരു എന്ന് പറയുന്നത് ഓൾ സ്പേസിൽ ഡെൽറ്റ എക്സ് മൈനസ് ടി ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 1 ഇൻ്റഗ്രൽ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി എഫ് ഓഫ് ടി ഡി ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇത് രണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ രണ്ട് പ്രോപ്പർട്ടി. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞത് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ടിയിൽ അതിൻ്റെ വാല്യൂ കാണും, ബാക്കി എല്ലായിടത്തും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇത് ജനറലായിട്ട് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷനാണ്. ഇത് ഇമ്പോർട്ടൻ്റാണ്. ഇൻ്റഗ്രൽ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി എഫ് ഓഫ് ടി ഡി ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി നമുക്കൊരു ഗ്രീൻസ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ജി ഓഫ് എക്സസ് എന്ന് പറയുന്ന ഒരു ഗ്രീൻസ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ടി എന്നെടുത്താലും കുഴപ്പമില്ല, ജി ഓഫ് എക്സ് ടി എന്ന് പറയുന്ന ഒരു ഗ്രീൻസ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഓപ്പറേറ്റർ എൽ ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് എസ് മൈനസ് എക്സ് മൈനസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് എന്നായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗ്രീൻസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ഇതെന്താണ്, എൽ എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണെങ്കിൽ എൽ ഇൻറ്റു ജി ഓഫ് എക്സ് ടി ഈക്വൽ ടു ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എക്സ് ഓർ മൈനസ് ഡെൽറ്റ, ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. എൽ ഓഫ് ജി എക്സ് ടി എന്നെടുത്താലും കുഴപ്പമില്ല, നമുക്ക് ഏത് വേണമെങ്കിലും ആകാം, ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി. നമ്മൾ എക്സ് മൈനസ് ടി എന്നാണ് കൂടുതലായിട്ട് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി എന്നെടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ദിസ് പ്രോപ്പർട്ടി ഓഫ് ഗ്രീൻസ് ഫംഗ്ഷൻ ക്യാൻ ബി എക്സ്പ്ലോയിറ്റഡ് ടു സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം എൽ ഓഫ് യു ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എൽ ഓഫ് യു ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഗ്രീൻസ് ഫംഗ്ഷനെ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഗ്രീൻസ് ഫംഗ്ഷന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ആ കണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പം നമ്മൾ കണ്ടു ഗ്രീൻസ് ഫംഗ്ഷന് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണെങ്കിൽ
ഗ്രീൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ കണ്ടത് എന്താ? അടുത്തത് നമ്മൾ കണ്ടത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് നോൺ ഹോമോജീനിയസ് സൊല്യൂഷൻ ആണെങ്കിലും അത് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ ആണെങ്കിൽ നമുക്കത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഇൻട്രഡക്ടറി പാർട്ട് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെ ബേസിസിൽ നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷൻ ഫോർ വൺ ഡയമെൻഷണൽ കേസും അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ് നമ്മൾ കാണാൻ പോണത്. ഓക്കെ, ജനറലി സ്പീക്കിംഗ്, the Green's function is an integral kernel that can be used to solve differential equation from a large number of families, including simpler examples such as ordinary differential equation with initial and boundary condition and such a difficulty, as well as more difficult examples such as inhomogeneous partial differential equation, inhomogeneous partial differential equation with the boundary condition. Then we take it as L of g of xt equal to delta of x minus t. മുമ്പേ നിങ്ങളോട് കാണിച്ചു തന്നായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് L of g of xt equal to ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഞാനിവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. എൽ ഓഫ് ജി ഓഫ് എക്സ് ടി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി. ഇനി നമുക്ക് വേറൊരു കേസും കൂടി, ഡെൽറ്റ ഓഫ് എക്സ് ടി എന്താണ്? ഇറ്റ് ഇസ് എ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഇറ്റ്സ് വാല്യൂ ഈസ് 0 എക്സെപ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അത് അറിഞ്ഞിരിക്കുക. ഇറ്റ്സ് ഡെൽറ്റ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനാണ്. ഇതിൻ്റെ വാല്യൂ ഈസ് 0 except at t equal to x equal to t. Except at x equal to t, it have a value ഉണ്ടാവും. ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇനി നമ്മൾ ബൗണ്ടറി കണ്ടീഷന് നമ്മളതിന് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളൊരു ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഒരു സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഒരു സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഡി ബൈ ഡി എക്സ് പി ഓഫ് എക്സ് ഡി ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ്. നമ്മളിപ്പം ഇവിടെ നമ്മളെടുത്തു. ദെൻ നമ്മൾ എൽ ഈക്വൽ ടു ഒരു സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, വൺ ഡയമെൻഷണൽ കേസിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ കണ്ടുപിടിക്കുവാണ്. എന്താണ്? ഡി ബൈ ഡി എക്സ്, പിന്നെന്താണ്? പി ഓഫ് എക്സ് ഡി ബൈ ഡി എക്സ് പ്ലസ് അടുത്തെന്താണ്? ക്യൂ ഓഫ് എക്സ്. ഇത് നമ്മളെടുക്കുന്നത്, ഇതിനെന്താ പറയുന്നത്? ദിസ് ഈസ് നോൺ ആസ് സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ. സെൽഫ് അഡ്ജോയിൻ്റ് ഒരു ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഓപ്പറേറ്റർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. ദെൻ വി ഗെറ്റ് ഡി ബൈ ഡി എക്സ് പി ഓഫ് എക്സ് ഡി ബൈ ഡി എക്സ് ജി ഓഫ് എക്സ് ടി പ്ലസ് ക്യൂ ഓഫ് എക്സ് ജി ഓഫ് എക്സ് ടി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി. ഓക്കെ, അപ്പോൾ നമുക്ക് സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ നമ്മൾ അപ്ലൈ ചെയ്തു. ദെൻ ഇൻ്റഗ്രേറ്റിംഗ്, നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഓവർ ദ ലിമിറ്റ് ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോൺ വരെ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? ഓരോന്നിനെയും ഒരു സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടി പ്ലസ് എപ്സിലോൺ ഡി ബൈ ഡി എക്സ് പി ഓഫ് എക്സ് ഡി ബൈ ഡി എക്സ് ജി ഓഫ് എക്സ് ടി ഡി എക്സ് പ്ലസ് ടി മൈനസ് എപ്സിലോൺ ടി പ്ലസ് എപ്സിലോൺ ക്യൂ ഓഫ് എക്സ് ജി ഓഫ് എക്സ് ടി ഡി എക്സ് ഈക്വൽ ടു
equal to minus delta of x minus t minus x minus integral t minus epsilon t plus epsilon delta of x minus t dx. ഇനി ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും ലെറ്റ് epsilon is very small, okay, then epsilon become very small, so epsilon tends to 0, then the second integral vanishes because second integral vanishes because both q of x and g of x are continuous function of x. Okay, both g of x and q of x are continuous function of x. Continuous function of x. ക്ലിയർ ആയോ? ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഒരു ടേം വാനിഷ് ചെയ്യുകയും അത് കണ്ടിന്യൂസ് ഫങ്ഷൻ ഓഫ് എക്സ് ആയിട്ട് എടുക്കുകയും ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് വരും? എക്സ് മൈനസ് ടി എന്ന് പറയുന്നത് ഇതിനകത്ത് വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ ദാറ്റ് ബിക്കം -1. എന്നിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? പി ഓഫ് ടി പ്ലസ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ടേക്കിംഗ് ദ സെക്കൻഡ് പാർട്ട് ആസ് 0, ഇത് നമ്മൾ 0 ആയിട്ട് എടുത്തു. ഇനി നമ്മൾ RHS ബിക്കം 1, ദെൻ പി ഓഫ് ടി പ്ലസ് എപ്സലോൺ dg by dx within the limit t plus epsilon minus അടുത്തത് അല്ലേ, അടുത്തത് അതിനെ ഡിറൈവ് ചെയ്യണം. പി ഓഫ് ടി മൈനസ് എപ്സലോൺ ഡി ജി ബൈ ഡി എക്സ് ടി മൈനസ് എപ്സലോൺ ഈക്വൽ ടു -1. ഓക്കെ, -1. ദെൻ ഇൻ ദ ലിമിറ്റ് എപ്സലോൺ ടെൻസ് ടു 0, നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ആസ് എപ്സലോൺ ടെൻസ് ടു 0, പി ഓഫ് ടി ഇൻറ്റു ഡി ജി ബൈ ഡി എക്സ് ടി പ്ലസ് എപ്സലോൺ അപ്പർ ലിമിറ്റ് കൊടുത്തു, ഡി ജി ബൈ ഡി എക്സ് ലോവർ ലിമിറ്റ് കൊടുത്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഓക്കെ, -1 എല്ലായിടത്തും മൈനസ് സൈൻ ഉണ്ട്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു അതിലെടുത്താൽ മതി. ഡി ജി ബൈ ഡി എക്സ് ടി പ്ലസ് എപ്സലോൺ മൈനസ് ഡി ജി ബൈ ഡി എക്സ് ടി മൈനസ് എപ്സലോൺ ഈക്വൽ ടു പി ഓഫ് ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? മൈനസ് പി ഓഫ് ടി. ദെൻ we can write dg2 divided by dx minus dg1 divided by dx equal to minus p of t. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോപ്പർട്ടിയാണ് കിട്ടിയേക്കുന്നത്. ഒരു പ്രോപ്പർട്ടി എന്താ കിട്ടിയേക്കുന്നത്? എൽ ഓഫ് ജി ഓഫ് എക്സ് ടി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി. അനദർ പ്രോപ്പർട്ടി നമുക്ക് കിട്ടിയേക്കുന്നത് എന്താ? dg2 divided by dx minus dg1 divided by dx equal to -1 by pt. Okay, but this property shows that the value of Green's function must be different for x less than t and x greater than t. So let the label Green's function before t as g1xt and Green's function after t is g2xt. Okay, then at x equal to t, g1 equal to g2, then Green's function is continuous at the boundary, then derivation of Green's function is discontinuous. These are the two properties of Green's function. എന്തൊക്കെയാണ്? Is continuous at the boundary and derivation of Green's function is continuous and ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക. എന്തായിരിക്കും? g2 we have taken the second integral g2x t plus epsilon minus g1 x t minus epsilon equal to 0. എന്ന് വെച്ചാൽ എന്താ? Green's function is continuous and the derivative of Green's function is discontinuous. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്തേക്കുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ? Green's function is continuous and the derivation of Green's function is
ഡിസ്കണ്ടിന്യൂസ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നാമത്തേത് ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇൻഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, മെയിനായിട്ടുള്ള 2 പ്രോപ്പർട്ടീസ് 1 ഡയമെൻഷണൽ കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.